മിനിസ്ട്രീസിന്റെ വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് വാൽക്കാലം സംബന്ധിക്കുവാൻ ദൈവജനം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, ഇന്നത്തെ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ സണ്ണിച്ചായൻ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ബഹുമാന്യരും ആദരണീയമായ കത്തുദാസന്മാർ, ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ചതായ ബ്രദർ ജിമ്മും കുടുംബവും, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച ബ്രദർ അജിത്ത് കുടുംബം, എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യഹോവയുടെ ഭുജത്തെ പറ്റി, യഹോവയുടെ കരത്തെ പറ്റി ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. യഹോവയുടെ ഭുജം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വലിയ പരാമർശങ്ങളില്ല. പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ ഭുജം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ, വിടിവിക്കുവാൻ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരമാണ് യഹോവയുടെ ഭുജം. പിന്നെ ധാരാളം നമ്മളെ വായിക്കുന്ന മറ്റ് പുസ്തകങ്ങൾ എസ്രായുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകവുമാണ്. അവിടെ യഹോവയുടെ ഭുജത്തെ പറ്റി പറയുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എസ്രായുടെ പുസ്തകത്തിൽ 6 or 7 പ്രാവശ്യം ആ വാക്യം, ആ പദപ്രയോഗം കാണാൻ കഴിയും. ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലം, ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലം. നെഹമ്യാവിന്റെ പുസ്തകത്തിലും ദൈവത്തിന്റെ കൈയെപ്പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട്. അവിടെയും ഇതേ വിശേഷണ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനുകൂലമായി വെളിപ്പെട്ട ദൈവത്തിന്റെ കൈ. എന്തിന്? പ്രവാസത്തിൽ കടന്ന ദൈവമക്കളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ. യഹോവയുടെ ഭുജം പിന്നെ ധാരാളം കാണുന്ന മറ്റൊരു പുസ്തകം സങ്കീർത്തന പുസ്തകമാണ്. ധാരാളം വാക്യങ്ങൾ യഹോവയുടെ ഭുജത്തെ പറ്റി സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവയുടെ ഭുജം ധാരാളം രേഖപ്പെടുത്തിയിരിക്കുന്ന വേറൊരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. 25-ലധികം സ്ഥലങ്ങളിൽ യഹോവയുടെ ഭുജത്തെ പറ്റി, കയ്യെ പറ്റി, കരത്തെ പറ്റി യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ യഹോവയുടെ ഭുജത്തെ പറ്റി ധാരാളം പരാമർശങ്ങൾ വേദപുസ്തകത്തിൽ ഉള്ളപ്പോൾ മറ്റേതെങ്കിലും ഒരു അവസരം ബൈബിളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന യഹോവയുടെ ഭുജം നമുക്ക് പിന്നെ ചിന്തിക്കാം. യഹോവയുടെ വിരലിനെ പറ്റി വേദപുസ്തകത്തിൽ 6 സ്ഥലങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിന്റെ വിരൽ. യഹോവയുടെ കൈ അനേകം ഇടങ്ങളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിരൽ വെളിപ്പെട്ട 6 സംഭവങ്ങൾ, 6 സന്ദർഭങ്ങൾ, 6 പരാമർശങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഈ വിരൽ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ഇനി ചെയ്യും, അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. 1, 8-ാം സങ്കീർത്തനം. ദൈവത്തിന്റെ വിരൽ ചെയ്ത ഒന്നാമത്തെ കാര്യം. 8-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. സങ്കീർത്തനം 8, 3-ാം വാക്യം. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ, നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മസ്തനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? നിന്റെ വിരലുകളുടെ പണിയായ ആകാശം. ഇവിടെ ദൈവത്തിന്റെ വിരൽ പണിയുന്ന വിരലാണ്. ഈ കാണുന്ന സകലത്തെയും പണിതത് ദൈവത്തിന്റെ വിരലാണ്. അവൻ തന്റെ വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ചു, ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇതെല്ലാം ചമച്ചത്, ഉണ്ടാക്കിയത്, നിർമ്മിച്ചത് ദൈവത്തിന്റെ വിരലാണ്.
അങ്ങനെയെങ്കിൽ നമ്മളെയും ഉണ്ടാക്കിയത് ദൈവത്തിന്റെ വിതലാണ്. എങ്ങനെ? 139 സങ്കീർത്തനം 13 വാക്യത്തിൽ 139 സങ്കീർത്തനം 13 വാക്യത്തിൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. മെടയുക നമുക്ക് സുപരിചിതമാണ്. ഓല മെടയുക. അവിടെ വിരലിനാണ് പ്രാധാന്യത, കൈക്കല്ല. കയ്യേക്കാൾ ഉപരി വിരലാണ് മെടയാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ മെടഞ്ഞു. എവിടെ വെച്ച്? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. അവന്റെ വിരലുകൊണ്ട് എന്നെയും നിങ്ങളെയും മെടഞ്ഞെടുത്തു. അപ്പൊ ദൈവത്തിന്റെ വിരലാണ് നമ്മളെ മെടഞ്ഞെടുത്തത് അമ്മയുടെ ഉദരത്തിൽ വെച്ച്. അതിനുള്ള ബന്ധത്തിൽ അല്പം വിഷയം മാറുകയാണെങ്കിലും നമ്മൾ കടന്നു പോകേണ്ട 5 കൂടാരങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന്, അമ്മയുടെ ഉദരമാകുന്ന കൂടാരം. അതാ ഇവിടെ നമ്മൾ കണ്ട 139 സങ്കീർത്തനം 13 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, ആ കൂടാരത്തിൽ ഞാനും നിങ്ങളും 10 മാസം കഴിഞ്ഞുകൂടി. ആ കൂടാരം പൊളിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് കടന്നു പോകും. നമ്മൾ കടന്നു പോകുന്ന രണ്ടാമത്തെ കൂടാരം ശരീരമാകുന്ന കൂടാരം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്തതായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ കൂടാരമാകുന്ന ഭൗമ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തെ പറ്റിയാണ്. ഈ ശരീരമാകുന്ന കൂടാരത്തിൽ മോശയുടെ ഭാഷയിൽ പറഞ്ഞാൽ 60 70 ഏറിയാൽ 80 ഞരങ്ങിക്കൊണ്ട് കഴിയണം. ഈ കൂടാരം പൊളിയും, നമ്മൾ ഇവിടം പെട്ടു പോകും. ഇനി 3-ാമത്തെ കൂടാരം, നമ്മൾ കടന്നു പോകുന്ന 3-ാമത്തെ കൂടാരം വീടാകുന്ന കൂടാരം. ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കൂടാരങ്ങളുണ്ട്, ഭവനങ്ങളുണ്ട്, വീടുകളുണ്ട്. അതിനെ ഒരു കൂടാരമായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. 120-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 120-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്കയ്യോ കഷ്ടം. അവിടെ കേദാർ കൂടാരം എന്ന് പറഞ്ഞിരിക്കുന്നത് വീടിനെ പറ്റിയാണ്, ഭവനത്തെ പറ്റിയാണ്. കേദാർ കൂടാരങ്ങളിൽ ഞാൻ പാർക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയാൻ കാരണം താഴോട്ട് വായിക്കുമ്പോൾ സമാധാന പ്രിയന്മാരും സമാധാന ദ്വേഷികളും തമ്മിലുള്ളതായ കലശല് നടക്കുന്നു. ഞാൻ സമാധാന പ്രിയനാണ്, ഞാൻ സംസാരിക്കുമ്പോൾ സമാധാന ദ്വേഷികൾ ഈ കൂടാരത്തിനകത്തുണ്ട്, അവര് കലശിന് തുടങ്ങുന്നു. നമ്മൾ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് വിശ്വാസത്തിൽ വന്നത്. അതിന്റെ പേരിൽ കലശിന് കൂട്ടിയ കൂടെ പാർക്കുന്നവർ. കേദാർ കൂടാരം ഭവനമാണ്. അതിന്റെ തെളിവ് ഉത്തമഗീതം 1-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. കേദാർ കൂടാരം നമ്മൾ പാർക്കുന്ന വീടാണെന്നുള്ളൊരു തെളിവ് കാന്തയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നിടത്ത് ഉത്തമഗീതം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാന്തേ നീ കേദാരിയ കൂടാരങ്ങളെ പോലെ അഴകുള്ളവൾ എന്ന ഉത്തമഗീതം 1-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. യെരൂശലേം പുത്രിമാരെ ഞാൻ കറുത്തവളെങ്കിലും കേദാരിയ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു. അപ്പൊ കേദാർ കൂടാരം
പുറമേ നിന്ന് നോക്കിയാൽ അഴകുള്ള കൂടാരമാണ്. പക്ഷെ അകത്ത് പ്രവേശിക്കുമ്പോൾ സമാധാന പ്രിയന്മാരും സമാധാന ദ്വേഷികളും നമ്മളുടേതായ കലശലാണ്, വീടാണ്. നമ്മുടെ നാടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു രണ്ടിലെ കെട്ടിടവും അതിന്റെ മുകളിൽ നിൽക്കുന്ന ടെലിവിഷന്റെ ആന്റിനായും കാൽപോച്ചിൽ വിലപിടിപ്പുള്ള കാറും ആ കോമ്പൗണ്ടിൽ കൂടെ ഓടി നടക്കുന്ന പൂടെയുള്ള 2 പട്ടികളും ഇത്രയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് സ്വർഗമാണ്. കേറി നോക്കണം, ഇതുപോലെ നരകം വേറെ എങ്ങും കാണത്തില്ല. എന്നും വൈകിട്ട് മദ്യപിച്ച് ലക്ക് കെട്ട് വരുന്ന അപ്പനെ ആ വീട്ടിൽ കാണും. കഞ്ചാവിനും ലഹരിമരുന്നിനും അടിമപ്പെട്ട തലതെറിച്ച 2 ആൺപിള്ളേരെ ആ വീട്ടിൽ കാണും. അമ്മ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാവിരിക്കുമ്പോൾ അപ്പൻ കള്ളുഷാപ്പിലും കൊച്ചന് സിനിമാ കോട്ടയിലും വല്ലതുമായിരിക്കും. എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞുള്ള നിലവിളി അതിൻ്റെ അകത്ത് കേൾക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മുടെ ഭവനങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ബാഹ്യമായ സൗന്ദര്യം ഇല്ലെങ്കിൽ പോലും ഒരു ആന്തരിക സൗന്ദര്യമുണ്ട്. എന്താണ് ആന്തരിക സൗന്ദര്യം? ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. ദൈവത്തിലെ നിന്റെ ഭവനത്തിനൊരു ബാഹ്യ സൗന്ദര്യം ചിലപ്പം കണ്ടെന്ന് വരത്തില്ല, പക്ഷേ അകത്തൊരു ആന്തരിക സൗന്ദര്യമുണ്ട്. ആരാധനയെ പറ്റി നേരത്തെ പ്രിയ കത്തുദാസന് അല്ലെങ്കിൽ ബ്രദർ ജിം അത് വിശദീകരിച്ചു. എന്താണ് ആരാധന? സ്വസ്ഥമായി ദൈവത്തെ ആരാധിപ്പാൻ ഭവനമായി നമുക്കൊക്കെ ഇടയാകുന്നു, അത് ധാരാളം മതി. 3ാമത്തെ കൂടാരം വീടാകുന്ന കൂടാരം. 1 അമ്മയുടെ ഉദരമാകുന്ന കൂടാരം, 2 ശരീരമായ കൂടാരം, 3 വീടാകുന്ന കൂടാരം. ഇനി 4ാമത്തെ കൂടാരം, നമ്മൾ കടന്നു പോകേണ്ട 4ാമത്തെ സഭയാം കൂടാരം. സഭയെ ഒരു കൂടാരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 15-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. അവിടെ കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയെ പറ്റിയാണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. അതിന് മൂലഭാഷയിൽ ആ പാർക്കുമെന്ന വാക്കിന് വരുന്ന വാക്ക്, ആശയം ലോഡ്ജത്ത് എന്ന വാക്കാണ്. ഒരു ലോഡ്ജിൽ താമസിക്കുന്നത് പോലെ പാർക്കുക. ഒരല്പ ദിവസത്തേക്ക് നമ്മൾ ഹോട്ടൽ മുതൽ വാടകയ്ക്കെടുത്ത് ഒരാവശ്യത്തിന് സ്ഥലത്ത് പോയി, അവിടെ പോയി നമ്മൾ പാർക്കുന്നു. അത് സ്ഥിരവാസമല്ല. വസിക്കുക എന്നതിന് ദ്വല്ലത്ത് എന്നുള്ള വാക്കാണ് മൂലഭാഷയിൽ. ആ ആശയമാണ് സ്ഥിരമായി വസിക്കുക നമ്മുടെ സ്വന്തം ഭവനത്തിൽ. ആ 2 പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ഒരു താൽക്കാലികമായി പാർക്കുന്നവനെ പോലെ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ, അതായത് നിത്യ ഭവനത്തിൽ, നിത്യ പർവ്വതത്തിൽ അവിടെ സ്ഥിരമായി ആര് വസിക്കും? അവരുടെ യോഗ്യതകളാണ് താഴെ എണ്ണി പറഞ്ഞിരിക്കുന്നത്. സഭയാം കൂടാരത്തിൽ പാർക്കുന്നവരുടെ യോഗ്യതകൾ, നിത്യ പർവ്വതത്തിൽ വസിക്കാൻ പോകുന്നവരുടെ യോഗ്യതകൾ. അവിടെ കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയുടെ കാര്യമാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ വ്യക്തത കിട്ടും. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ നിൽക്കണം എന്നൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നത് സഭയാം കൂടാരത്തിൽ പാർക്കുന്നവരുടെ യോഗ്യതകളുടെ കാര്യമാണ്. ആ കൂടാരവും പൊളിയും, നമ്മൾ വിട്ടുപോകണം. ഈ 4 കൂടാരങ്ങൾ പൊളിഞ്ഞു മാറുമ്പോൾ ഒരു ദൈവ പൈതൽ ചെന്ന് ചേരുന്ന ഒരു കൂടാരമാണ് നിത്യ കൂടാരം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇതാ,
മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം ആരുടെ കൂടെ? മനുഷ്യരോടുകൂടെ. ദൈവം അവരോടുകൂടെ ഇരിക്കും, ദൈവം അവരോടുകൂടെ വസിക്കും. താഴോട്ട് വായിക്കുമ്പോൾ ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. നമ്മൾ ദൈവത്തോടുകൂടെ ഇരിക്കുമെന്നോ നമ്മൾ ദൈവത്തോടുകൂടെ വസിക്കുമെന്നോ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ ഇരിക്കും, ദൈവം നമ്മോടുകൂടെ വസിക്കും. നമ്മോടുകൂടെ ഇരിപ്പാൻ, നമ്മോടുകൂടെ വസിപ്പാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട്, അവനോടൊപ്പം വസിപ്പാൻ കൊതിയുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മോടുകൂടെ ഇരിപ്പാൻ, നമ്മോടുകൂടെ വസിപ്പാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ നിത്യ കൂടാരത്തിൽ നമ്മൾ ചെന്ന് ചേരും. നേരത്തെ കണ്ട 4 കൂടാരങ്ങൾ പൊളിഞ്ഞു മാറുമ്പോൾ പൊളിയാത്ത നിത്യ കൂടാരത്തിൽ നമ്മൾ ഒരു നാൾ ചെന്ന് ചേരും. നമ്മൾ ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവത്തിന്റെ വിതൽ, പണിയുന്നതായ വിതൽ, നമ്മളെ പണിത വിതൽ. ആ പണിയിൽ എന്തെങ്കിലും കേട് സംഭവിച്ചെങ്കിൽ ആ കേട് മാറ്റുവാൻ ഈ ദൈവത്തിന്റെ വിതലിന് കഴിയും. ഇന്ന് പൽക്കാലം ദൈവത്തിലെ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പണിത വിരലിന് അതിനെ ആ കേട് മാറ്റാൻ ദൈവത്തിന് കഴിയും. പണിയുന്നതായ ദൈവത്തിന്റെ വിരൽ. ഇനി ദൈവത്തിന്റെ വിരൽ വെളിപ്പെട്ട രണ്ടാമത്തെ സാഹചര്യം പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യ പലക 2 അവന്റെ പക്കൽ കൊടുത്തു. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയതായ കൽപ്പലകകൾ. അപ്പൊ ദൈവത്തിന്റെ വിരൽ രണ്ടാമത് എന്ത് ചെയ്യുന്നു? നിയമം എഴുതുന്ന വിരൽ, നമ്മെ പണിത വിരൽ, നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതായ നിയമം ഈ വിരല് കൊണ്ട് ദൈവം എഴുതി. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവ കൽപ്പലക ചെത്തി ഉണ്ടാക്കി ദൈവം. എന്നിട്ട് ആ കൽപ്പലയിൽ ദൈവത്തിന്റെ വിരലുകൊണ്ട് പ്രമാണം എഴുതി. അവിടെ എഴുതിയ പ്രമാണം 10 കൽപ്പനകളാണ്. വേറെ പല നിയമങ്ങളൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തു. പക്ഷെ വിരലുകൊണ്ട് എഴുതിയത് 10 കൽപ്പനകളാണ്. അപ്പോൾ 10 കൽപ്പനകൾ എഴുതിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാവനയിൽ വരുന്നതാണ് 5 5 10. ഒന്നിൽ 5 മറ്റേൽ 5. ആ ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ അങ്ങനല്ല എഴുതിയത്. 4 കൽപ്പനകൾ ഒരു കൽപ്പലകയിൽ, 6 കൽപ്പനകൾ മറ്റേ കൽപ്പലകയിൽ. അതിന്റെ കാരണം ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് ഒന്നിൽ എഴുതി. ശേഷിച്ച 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തിലാണ്. അത് മറ്റൊന്നിൽ എഴുതി. ഞാനിവിടെ അമേരിക്കയിൽ താമസിക്കുന്നതുകൊണ്ട് പല ചിക്കാഗോയിലെ മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൈബിൾ കോളേജൊക്കെ കാണാൻ പോയി. പലയിടത്തും ഈ കൽപ്പനകളുടെ ഒരു കൊത്തി ഇങ്ങനെ വച്ചിട്ടുണ്ട്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നിൽ 4 എണ്ണം, മറ്റേതിൽ 6 എണ്ണം. അത് ബൈബിളിൽ അങ്ങനെ വ്യക്തമായ വാക്യമുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തിലെ കൽപ്പനകൾ ഒന്നിൽ എഴുതി.
മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ കൽപ്പനകൾ മറ്റേതിൽ എഴുതി 4ഉം 6ഉമായി. ഏതായാലും ദൈവത്തിന്റെ വിരലുകൊണ്ടാണ് ദൈവം ഈ കൽപ്പനകൾ എഴുതിയത്. മോശ താഴോട്ട് വന്നപ്പോൾ ജനം പാപം ചെയ്യുന്നു. അഹരോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടു. മോശയുടെ ധാർമ്മിക ദോഷം ഉയരുന്നു. ആ കൽപ്പനകൾ കൽപ്പലകകൾ എറിഞ്ഞുടയ്ക്കുന്നു. അതിനുശേഷം ദൈവം പിന്നെ മോശയോട് പറഞ്ഞു, നീ 2 കൽപ്പലകകൾ ചെത്തി ഉണ്ടാക്കണം. ആദ്യത്തെ 2 കൽപ്പലക ദൈവം ചെത്തി ഉണ്ടാക്കിയതാണ്. അത് ഉടഞ്ഞു പോയപ്പോൾ 2ാമത്തെ കൽപ്പലകകൾ മോശ ചെത്തി ഉണ്ടാക്കി. അതുമായി കേറി ചെന്നു. അതിലും ദൈവം തന്റെ വിരലുകൊണ്ട് ഈ പ്രമാണങ്ങൾ എഴുതി കൊടുത്തു. അപ്പോൾ ഈ 2 കൽപ്പലകകളിലും ഉടഞ്ഞു പോയതിലും പിന്നെ കൊടുത്തതിലും ദൈവമാണ് തന്റെ വിരലുകൊണ്ട്. ആദ്യത്തത് പോയല്ലോ. അപ്പൊ അതിൽ എഴുതിയത് എന്താണ് നിനക്കറിയാമല്ലോ. നീ ആ കൽപ്പലകയില് നീ അങ്ങ് എഴുതിയോ കൊടുക്കുന്ന ദൈവം മോശയോട് പറഞ്ഞില്ല. കൽപ്പലകകൾ ചെത്തേണ്ടത് മോശയാണ്. ആ ചെത്തിയ കൽപ്പലകൾ നീ തന്നെ അങ്ങ് എഴുതിക്കോ എന്ന് അല്ലാ ദൈവം മോശയോട് പറഞ്ഞു. പ്രമാണം എഴുതുന്നത് ഞാനായിരിക്കും, എന്റെ വിരലായിരിക്കും. അങ്ങനെ ആ കൽപ്പനകൾ ദൈവം തന്റെ വിരലുകൊണ്ട് എഴുതിക്കൊണ്ടു. നമ്മളെ മെടഞ്ഞ വിരൽ, നമ്മളെ പണിത വിരൽ, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യവും ദൈവം വിരലുകൊണ്ട് എഴുതി നമുക്ക് തന്നു. അതാണ് നിയമത്തിന്റെ പ്രാധാന്യത. എന്താണ് അകൃത്യമെന്ന ബഹുമാന്യ കർത്തൃദാസൻ പ്രാരംഭത്തിൽ സങ്കീർത്തനത്തിന് ശുശ്രൂഷിച്ചപ്പോൾ വിശദീകരിച്ചു. അതിന്റെ പ്രാധാന്യത അതിന് വഴിപോകാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ വിരലുകൊണ്ട് എഴുതി തന്നതാണ്. അത് അതുപോലെ അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ദൈവത്തിന്റെ വിരല് ചെയ്ത 2ാമത്തെ കാര്യം നിയമം എഴുതിയതായ വിരൽ. ഈ ലോക യാത്രയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ലോകപ്രകാരമുള്ള ജീവിതയാത്രയിലും സഭാപരമായ ആത്മീയ ജീവിതയാത്രയിലും എങ്ങനെ നമ്മൾ ജീവിക്കണം, അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന നിയമാവലി ദൈവം തന്റെ വിരലുകൊണ്ട് എഴുതി നമുക്ക് തന്നു. ഇനി 3, ദൈവത്തിന്റെ വിരൽ വെളിപ്പെട്ടതായ 3ാമത്തെ സന്ദർഭം പുറപ്പാട് പുസ്തകം 8ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 8ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 8ാം അധ്യായം 19ാമത്തെ വാക്യം. 18 തൊട്ട് ഞാൻ വായിക്കുന്നു. 18, 19. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേരുളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെ മൃഗങ്ങളുടെ മേൽ പേർ ഉളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ വിരൽ. മോശ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കളെ വിടുവിച്ചെടുക്കുന്നത് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്. അപ്പോൾ അവൻ വിടാതിരുന്നപ്പോൾ ബാധകൾ അയക്കാനായിട്ട് തുടങ്ങി. 1ാമത്തെ ബാധയായി വെള്ളം രക്തമായി. മോശ വെള്ളത്തിന്റെ അടുക്ക ചെന്നു, വെള്ളത്തെ അടിച്ചു, രക്തമായി. ഫറവോൻ മന്ത്രവാദികളെ വിളിപ്പിച്ചു. ഇതുപോലെ ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞ അവരും വെള്ളം രക്തമാക്കി. കട്ടയ്ക്ക് നിന്നു. മോശ ചെയ്തതുപോലെ മന്ത്രവാദികളും ചെയ്തു. ഫറവോൻ മോശയോട് പറഞ്ഞു, നീ പൊയ്ക്കോ, വേണ്ട, നീ ചെയ്തതുപോലെ എന്റെ മന്ത്രവാദികളും ചെയ്യുന്നുണ്ട്.
രണ്ടാമത്തെ ബാധയായി തവളയുണ്ടായി. മോശ തവളയുണ്ടാക്കി, ദേശം മുഴുവൻ തവള. ഫറവോൻ മന്ത്രവാദികളെ വിളിച്ചു, ഇതുപോലെ ചെയ്യാമോ? അവരും തങ്ങളുടെ മന്ത്രവാദത്താൽ തവളയുണ്ടാക്കി. അവിടെ കട്ടയ്ക്ക് നിന്നു. ഫറവോൻ പറഞ്ഞു, നീ ഇതുപോലെ ചെയ്യട്ടെ, എന്റെ മന്ത്രവാദികളും ചെയ്യുന്നുണ്ട്. അപ്പൊ നിന്റെ ദൈവത്തിന്റെ കഴിവെന്തമാണ്? അതുപോലെ ചെയ്യാൻ ഞങ്ങൾക്കും കഴിയും, ഞങ്ങളുടെ ദൈവത്തിനും കഴിയും, എന്റെ മന്ത്രവാദികൾക്കും കഴിയും, പോയിക്കോളാൻ പറഞ്ഞു. മോശ പോയി. മൂന്നാം വട്ടം മോശ വന്നു, വടി കൊണ്ട് പൊടിയെ അടിച്ചു, പേനുളവായി. ഫറവോൻ മന്ത്രവാദികളെ വിളിപ്പിച്ചു, ഇതുപോലെ ചെയ്യാമോ? അവർ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് പൊടിയെ അടിച്ചു, പേൻ ഉണ്ടായില്ല. ഉടനെ മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞ പ്രസ്താവനയാണ് വായിച്ചു കേട്ടത്. ഇത് ദൈവത്തിന്റെ വിതലാകും. ദൈവത്തിന്റെ കൈ എന്നല്ല പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ വിതൽ. ദൈവത്തിന്റെ വിതല് വെളിപ്പെട്ടപ്പോൾ മന്ത്രവാദികൾ മുട്ടുമടക്കി, തോൽവി സമ്മതിച്ചു. ഈ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, ഇത് ദൈവത്തിന്റെ വിതലാണ്. ദൈവത്തിന്റെ വിതൽ മന്ത്രവാദ ശക്തികൾക്കെതിരെ വെളിപ്പെടുന്ന വിതലാണ്. പൈശാചിക ശക്തികൾക്കെതിരെ വെളിപ്പെട്ടു വരുന്നതാണ് ദൈവത്തിന്റെ വിതൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിലെ നിനക്കെതിരായി ഇരുട്ടിന്റെ ശക്തികൾ എന്തെല്ലാം കോൺകത്തികൾ എറിഞ്ഞാലും അതിനെതിരെ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വിതലുണ്ട്. ദൈവത്തിന്റെ വിതലിനെതിരെ പിടിച്ചു നിൽക്കാൻ ഈ ലോകത്തിൽ ഒരു മന്ത്രവാദ ശക്തികൾക്കും കഴിയത്തില്ല. നിന്നെ പദവിയിൽ നിന്ന് താഴ്ത്തിയിടുവാൻ, നിന്റെ വീഴ്ച കൊതിച്ചുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ, ആഭിചാര ശക്തികൾ, അല്ല പാരമ്പര്യത്തിന്റെ ശക്തികൾ നിഴല് പോലെ പിൻപറ്റിയെന്ന് വന്നാലും ദൈവത്തിന്റെ വിതൽ അവയൊക്കെ അതിജീവിപ്പിക്കുന്ന വിതലാണ് ദൈവത്തിന്റെ വിതൽ. നമ്മളെ പണിത വിതൽ, നമുക്ക് വേണ്ടി നിയമം എഴുതിയ വിതൽ, നമുക്കെതിരായി വെളിപ്പെട്ടു വരുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ഈ വിതൽ വെളിപ്പെട്ടു വരും. ഇനി 4, ദൈവത്തിന്റെ വിതല് വെളിപ്പെട്ട 4ാമത്തെ സന്ദർഭം ദാനിയേൽ പ്രവചനത്തിലാണ്. ദാനിയേൽ പ്രവചനം ബെൽഷസ്സറിനെതിരെ ഈ വിതൽ വെളിപ്പെട്ടു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 5:5. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈ വിരലുകൾ പുറപ്പെട്ടു, വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. ഇവിടെ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടെന്നല്ല, വിരലാണ് എഴുതിയത്. കൈപ്പത്തി വെളിപ്പെട്ടു, വിരലുകൊണ്ട് എഴുതി. ബെൽഷസ്സർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിമേൽ ദൈവത്തിന്റെ വിരല് വെളിപ്പെട്ടു വന്നു. ഉടനെ ബെൽഷസ്സറിന്റെ മുഖഭാവം മാറും. ഞാൻ ഈ വിരലിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ദാനിയേൽ പ്രവചനത്തിൽ മാത്രം മുഖഭാവം മാറിയ 4 കൂട്ടം ആൾക്കാരെ കാണാം. വേദപുസ്തകത്തിൽ മുഖഭാവം മാറുക എന്നുള്ളത് ഒരു പഠന വിഷയമാക്കാം. കൈയിന്റെ മുഖം മാറി, അവിടെയാണ് മുഖഭാവം മാറിയ 1ാമത്തെ വ്യക്തിയെ കാണുന്നത്. കൈയിൻ്റെതാണ്. ലാബാന്റെ മുഖം മാറി. ഇങ്ങനെ മുഖഭാവം മാറിയ പല വ്യക്തികൾ തിരുവചനത്തിലുള്ളപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ മാത്രം മുഖഭാവം മാറിയ 4 കൂട്ടം ആൾക്കാരുണ്ട്. 1,
1-ാം അധ്യായത്തിൽ എബ്രായ ബാലന്മാരുടെ മുഖഭാവം മാറി. 1-ാം അധ്യായം 15-ാം വാക്യം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 15-ാം വാക്യം. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. ആരുടെ മുഖം? എബ്രായ ബാലന്മാരുടെ, ജീവിത വിശുദ്ധി സൂക്ഷിച്ചവരുടെ, രാജകൊട്ടാരത്തിൽ പരിചരിക്കുവാൻ പ്രവാസികളുടെ ഇടയിൽ നിന്ന് സൗന്ദര്യമുള്ള ജ്ഞാനമുള്ള യൗവനക്കാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവിടെ ട്രെയിനിങ് പീരീഡാണ്. രാജകൊട്ടാരത്തിൽ പരിചയിക്കാൻ വേണ്ടി അപ്പൊ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ രാജഭോജനം കൊടുക്കും. അപ്പോൾ ഈ എബ്രായ ബാലന്മാർ പറഞ്ഞു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തുടങ്ങിയവർ, അവര് പറഞ്ഞു ഈ രാജഭോജനം എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾ കൽപ്പിച്ച ശേഷം കൊടുക്കുന്നതാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ശാഖ പദാർത്ഥവും വെള്ളവും തന്നാൽ മതി. അപ്പോൾ ഈ ഷണ്ണാധിപൻ, ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആള്, അത് പറഞ്ഞു അത് എന്റെ തലയ്ക്ക് ഭീഷണിയാണ്. ബാക്കിയുള്ളവരെല്ലാം ശോഭയോടെ കാണും, നിങ്ങൾ ഈ പാതും വെള്ളവും ഒക്കെ കുടിച്ചു കിടന്നാൽ നിങ്ങളുടെ മുഖം ക്ഷീണിച്ചിരിക്കും. അപ്പൊ കുറ്റം എന്റെ മേലാകും. ഉടനെ എബ്രായ ബാലന്മാർ പറഞ്ഞു, യജമാനെ ഒരു 10 ദിവസം ഞങ്ങളൊന്ന് പരീക്ഷിക്കാം. ട്രെയിനിങ് പീരീഡ് കൂടുതലുണ്ട്. 10 ദിവസം ഞങ്ങളുടെ മുഖം വാടിയതായി കണ്ടാൽ യജമാനൻ തരുന്നത് ഞങ്ങൾ കഴിച്ചോളാം. ഈ 10 ദിവസം ഇവർ രാജഭോജനം കഴിച്ചില്ല, വീഞ്ഞു കുടിച്ചില്ല, ഇവർ പാറുവർഗവും വെള്ളവും കുടിച്ച ജീവിച്ചു. 10 ദിവസം കഴിഞ്ഞ് ഈ ഷണ്ണാധിപൻ ഇവിടെ മുഖത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ 15-ാം വാക്യത്തെ നമ്മൾ കണ്ടത്. രാജഭോജനം കഴിച്ച വീഞ്ഞു കുടിച്ച ബാലന്മാരുടേതിലും ഇവരുടെ മുഖം അഴകുള്ളതായി ശോഭയുള്ളതായി കണ്ടു. ആരുടെ? ഭക്ഷണ വിഷയത്തിൽ പോലും ജീവിത വിശുദ്ധി സൂക്ഷിച്ച എബ്രായ ബാലന്മാരുടെ മുഖത്തിന്റെ ഭാവം മാറി. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളുടെ മുഖത്തിന്റെ ഭാവത്തിന് മാറ്റമുണ്ടാവും. മുഖഭാവം മാറിയ 2-ാമത്തെ വ്യക്തി നെബൂഖദ്നേസർ രാജാവാണ്. 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ നെബൂഖദ്നേസരിന് കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. 2-ാമത് മുഖഭാവം മാറിയത് നെബൂഖദ്നേസർ രാജാവിന്റെ. എപ്പോൾ? പ്രമാണത്തിനു വേണ്ടി നിൽക്കുന്ന എബ്രായ ബാലന്മാരുടെ മുഖം കണ്ടപ്പോൾ ഒരു ലോക രാജാവിന്റെ മുഖഭാവം മാറി. ഇവിടെ സംഭവം നമുക്കറിയാം. സ്വർണബിംബം ഉണ്ടാക്കി വെച്ചേക്കുക, എന്നിട്ട് വാദിത്രങ്ങൾ, വീണകൾ, കിന്നരം, തമ്പുരു ഇതെല്ലാം നീട്ടി മീട്ടുമ്പോൾ എല്ലാവരും ഈ സ്വർണബിംബത്തെ വീട് നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കാത്തവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറി. ഈ എബ്രായ ബാലന്മാർ മാത്രം ഈ സ്വർണബിംബത്തെ നമസ്കരിച്ചില്ല. അപ്പോഴാണ് നെബൂഖദ്നേസർ രാജാവ് ഇവരെ വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോൾ എബ്രായ ബാലന്മാർ പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഈ തീച്ചൂളയെ ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിൽ പോലും നീ നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്
വിടുതലിന്റെ മാനദണ്ഡത്തിലേ അല്ല. വിടുവിച്ചാലും വിടുവിച്ചില്ലേലും അത് ദൈവത്തിന്റെ കാര്യം. ഞങ്ങൾക്കത് വിഷയമല്ല. വിടുവിച്ചോ വിടുവിക്കുന്നില്ലയോ, അതിന്റെ വെളിച്ചത്തിലല്ല ഞങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം. വിടുതലിന്റെ വെളിച്ചത്തിലേ അല്ല. ഈ ദൈവം ആരാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമ്മളെ വിടുവിച്ചോ വിടുവിക്കുന്നില്ലയോ എന്നതിന്റെ വെളിച്ചത്തിലേ അല്ലല്ലോ. ദൈവം നമ്മളെ പാപച്ചേറ്റിൽ നിന്ന് വിടുവിച്ചു. അതോർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ദോഷമായിട്ടൊന്നും ചെയ്യാത്തവൻ, അവനെ നമ്മൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ ഞങ്ങൾ കുമ്പിടത്തില്ല. ഉടനെ നമുക്ക് നേസന്റെ മുഖഭാവം മാറി. പ്രമാണത്തിന് വേണ്ടി നിന്ന ദൈവമക്കളെ കണ്ടപ്പോൾ ലോക മനുഷ്യന്റെ മുഖഭാവം മാറി. ഇന്ന് ഇത് നടക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട നമ്മുടെ മുഖം കാണുമ്പോൾ ലോക മനുഷ്യരുടെ മുഖത്തിനും ഭാവവ്യത്യാസം വരും. നമ്മൾ വിവിധ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഞാനും 29 വർഷം ജോലി ചെയ്ത ആളാണ് ബാങ്കില്. നമ്മുടെ മുഖം കാണുമ്പോൾ ഈ ചില ലോകമക്കളുടെ മുഖത്തിന് ഭയങ്കര ദേഷ്യം. നമ്മളെ കാണുന്ന തന്നെ ചിലർക്ക് ഇഷ്ടമേ അല്ല. അതിലൊന്നും അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. മുഖഭാവം മാറിയ നമ്മുടെ മുഖം കാണുമ്പോൾ ലോക മനുഷ്യന്റെ മുഖം മാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇനി 3, അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ബെൽസസർ. ദാനിയേൽ പ്രവചനത്തിൽ മുഖഭാവം മാറിയ 3ാമത്തെ വ്യക്തി ബെൽസസർ. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമാണ് ബെൽസസർ രാജാവിന്റെ മുഖഭാവം മാറിയത്. 5-ാം അധ്യായം 6-ാം വാക്യം. അത് നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. 5-ാം അധ്യായം 6-ാം വാക്യം. ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി. അവൻ വിചാരങ്ങളാൽ പരവശനായി. അരയുടെ ഏപ്പഴിഞ്ഞു. കാൽമുട്ടുകൾ ആടിപ്പോയി. ഉടനെ എപ്പോൾ? ദൈവത്തിന്റെ കൈവിരൽ വെളിപ്പെട്ടപ്പോൾ. ഈ ബെൽസസർ രാജാവായപ്പോൾ അവൻ 1000 മഹത്തുക്കൾക്ക് ഒരു വിരുന്നൊരുക്കി. ഈ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ അപ്പനായി നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതായ പൊൻവെള്ളി പാത്രങ്ങൾ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആലയത്തിൽ ഉപയോഗിച്ചിരുന്നതായ പൊൻവെള്ളി പാത്രങ്ങൾ. ആ പൊൻവെള്ളി പാത്രങ്ങൾ എടുക്കപ്പെട്ടു. അത് കൊണ്ടുവന്ന് അതിൽ വീഞ്ഞു പകർന്നു. എന്നിട്ട് അവർ കുടിക്കാൻ തുടങ്ങി. വിശുദ്ധ പാത്രങ്ങളെ അവൻ മലിനമാക്കി. ദൈവാലയത്തിൽ വിശുദ്ധീകരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ പാത്രങ്ങൾ മലിനമായ വീഞ്ഞ് പകർന്നപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കൈവിരൽ അവന്റെ കൊട്ടാരത്തിൽ വെളിപ്പെട്ടു. ആ കൈവിരൽ കണ്ടപ്പോൾ അവന്റെ അരയുടെ ഏപ്പഴിഞ്ഞു. ആലില പോലെ നിന്ന് വിതയ്ക്കാൻ തുടങ്ങി. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാനും നിങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മാനപാത്രങ്ങളാണ്. യേശുവിന്റെ ചങ്കിലെ ചോരയാൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട മാനപാത്രങ്ങളാണ് നാം. നമ്മളെ മലിനമാക്കാൻ, നമ്മുടെ പേര് മോശമാക്കാൻ, താതടിച്ച് കാണിക്കാൻ, തല കുനിയിപ്പിക്കുവാൻ ഏതെല്ലാം ബെൽസസർമാർ എഴുന്നേറ്റാലും അവർക്കെതിരെ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ വിരലുണ്ട്. നമുക്കൊരു ഉത്തരവാദിയുണ്ട്. നമുക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഉടനെ ബെൽസസറിന്റെ മുഖഭാവം മാറും. മന്ത്രവാദികളെ വിളിപ്പിച്ചു, വായിച്ചു വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിയുമ്പോ സ്വർഗത്തിലെ എഴുത്താണ്. അത് ലോകത്തിലെ ഏത് മന്ത്രവാദി വിചാരിച്ചാലും വായിക്കാനും ഒക്കത്തില്ല, വ്യാഖ്യാനിക്കാനും ഒക്കത്തില്ല. ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ
ബൽസസ്സറിന്റെ മുഖഭാവം മാറി. രണ്ടാമത്തെ മുഖഭാവം മാറിയത് 9-ാം വാക്യം, 5-ാം അധ്യായം 9-ാം വാക്യം. അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്നു. എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥം അറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ബൽസസ്സർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവന്റെ മുഖഭാവം മാറി. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ബൽസസ്സർ രാജാവിന്റെ മുഖഭാവം മാറി. വിശുദ്ധമായതിനെ മലിനമാക്കാൻ ദൈവം ആർക്കും അനുവാദം കൊടുക്കത്തില്ല. ആ അധ്യായം അവസാനിക്കുന്ന വാക്യം, 5-ാം അധ്യായം ഒടുവിലത്തെ വാക്യം, അന്ന് രാത്രി ബൽസസ്സർ കൊല്ലപ്പെട്ടു. അന്ന് രാത്രി ബൽസസ്സർ കൊല്ലപ്പെട്ടു. ഏത് രാത്രി? വിശുദ്ധ പാത്രത്തെ മലിനമാക്കാൻ കരം ഉയർത്തിയ ആ രാത്രി ബൽസസ്സർ കൊല്ലപ്പെട്ടു. ഒരു ദിവസം പോലും ജീവിക്കാൻ ദൈവം അവന് അനുവാദം കൊടുത്തില്ല. ദൈവത്തിന് തന്റെ വിശുദ്ധ പാത്രങ്ങളോടുള്ളതായ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, ദൈവത്തിന്റെ നീതിയാണ്. അന്നതൊരു ആക്ഷരികമായ പാത്രങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പാത്രങ്ങൾ ഞാനും നിങ്ങളുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മളെ പറ്റി എത്രമാത്രം ഉത്തരവാദിത്തം നമ്മുടെ ദൈവത്തിനുണ്ട്. മുഖഭാവം മാറിയ 4-ാമത്തെ വ്യക്തി ദാനിയേൽ പ്രവചനത്തിൽ, അത് ദാനിയേൽ തന്നെയാണ്. 7-ാം അധ്യായം 28-ാം വാക്യം, ഒടുവിലത്തെ വാക്യം, 7-ാം അധ്യായം 28-ാം വാക്യം. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എന്റെ മുഖഭാവവും മാറി. ഇവിടെ ദാനിയേലിന്റെ മുഖഭാവം മാറാൻ കാരണം ആഴമുള്ള വെളിപ്പാടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ, ദർശനം കാണാൻ തുടങ്ങിയപ്പോൾ. 7-ാം അധ്യായത്തിന്റെ ആരംഭം തൊട്ട് വായിച്ചു വന്നാൽ ആഴമുള്ള ദർശനം കാണുകയാണ്. ഇനി നടക്കാൻ പോകുന്ന അന്ത്യ ന്യായവതിയെ പറ്റിയുള്ള ദർശനം ഇദ്ദേഹം കാണുകയാണ്. വിശേഷാൽ 10-ാം വാക്യത്തിൽ ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. 7-ാം അധ്യായം 10-ാം വാക്യമാണ്. ഇനി നടക്കാൻ പോകുന്ന അന്ത്യ ന്യായവിധിയാണ്. അങ്ങനെയുള്ള ദർശനം കണ്ടുകൊണ്ടിരുന്നതായ ദാനിയേലിന്റെ മുഖഭാവം മാറി. ആഴമുള്ള വെളിപ്പാട് കാണുന്ന, ദർശനം കാണുന്ന ദൈവമക്കളുടെ മുഖത്തിന്റെ ഭാവത്തിന് മാറ്റം വരും. ഇനിയത്തെ 2 സന്ദർഭങ്ങൾ പുതിയ നിയമത്തിലാണ്. ദൈവത്തിന്റെ വിധലാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഒന്ന്, നമ്മളെ പണിയുന്ന വിധൽ. 2, നമുക്ക് വേണ്ടി നിയമം എഴുതിയ വിധൽ. 3, മന്ത്രവാദ ശക്തികൾക്കെതിരെ വെളിപ്പെട്ടതായ വിധൽ. 4, ന്യായവിധിയുടെ വിധൽ. വിശുദ്ധ പാത്രങ്ങളെ മലിനമാക്കുന്നവർക്കെതിരെ വെളിപ്പെടുന്ന ന്യായവിധിയുടെ ദൈവത്തിന്റെ വിധൽ. ഇനി 5, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം. അവിടെ ഇംഗ്ലീഷിലെ വാക്കാണ് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നത്. മലയാളത്തിൽ തജിമപ്പശ കൊണ്ട് 2 ഇവിടെ വരുന്നത് കൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കാം. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ, അത്രയും മതി. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ. ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചാട്ടെ. ബട്ട് if I with the finger of God cast out devils. ശക്തി എന്നല്ല, ഫിംഗർ എന്ന ദൈവത്തിന്റെ വിരൽ.
ഇവിടെ ദൈവത്തിന്റെ വിതൽ എന്ത് ചെയ്യുന്നു? ഭൂതങ്ങളെ പുറത്താക്കുന്ന കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ്. അവിടെ അങ്ങ് നമുക്ക് സംക്ഷേപിക്കേണ്ട കാര്യമില്ല, ചുരുക്കേണ്ട കാര്യമില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിതൽ, അതാണ് അവിടുത്തെ ആശയം. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ വിതൽ കൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവദാസന്മാരായ നമ്മോടുകൂടെ ഇരുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വിതൽ, ദൈവത്തിന്റെ വിതൽ നമ്മോടുകൂടെയുണ്ട്. നമ്മൾ രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകാൻ കാരണം നമ്മുടെ കൈയുടെ മേന്മയല്ല, നമ്മുടെ കയ്യിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വിതൽ, ദൈവത്തിന്റെ ഭുജം പോലുമല്ല, ദൈവത്തിന്റെ വിതൽ. ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിതൽ. ദൈവത്തിന്റെ വിതൽ വെളിപ്പെട്ട ആറാമത്തേതും അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒടുവിലത്തേതുമായ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതിന്റെ 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാം വാക്യം. പാപിനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പാപകർമ്മത്തിൽ ഇവൾ പിടിക്കപ്പെട്ടു. ഇവളെ എന്ത് ചെയ്യണം? ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം. കല്ലുമായിട്ടാണ് ഈ വന്നേക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് പറയുമ്പോൾ, ഇങ്ങനെ കൊണ്ട് നിർത്തുമ്പോൾ യേശു ചെയ്ത കാര്യം, യേശു വിരലുകൊണ്ട് നിലത്തെഴുതി. അത് 2 പ്രാവശ്യം ഈ സംഭവത്തിനകത്തുണ്ട്. 8-ാം അധ്യായം 6-ാം വാക്യം ആദ്യം വായിക്കുന്നു. 8-ന്റെ 6. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശു കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവനോട് പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. കർത്താവ് കുനിഞ്ഞ് ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. കർത്താവ് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഉടനെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, ആവർത്തിച്ച് ചോദിച്ചോണ്ടിരിക്കുക. നീ പറ, എന്താ ചെയ്യണം? ന്യായപ്രമാണം ഇതാ പറഞ്ഞേക്കുന്നത്, കല്ലെറിഞ്ഞു കൊല്ലണം. യേശു ഇവരോട് പറഞ്ഞു, തലയൊന്ന് ഉയർത്തി, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ 1ാമത് കല്ല് എറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞു. 2ാമത് വിരൽ കൊണ്ട് എഴുതിയത്. അതിന്റെ 8-ാം വാക്യം. നേരത്തെ നമ്മൾ 6-ാം വാക്യം വായിച്ചു. ഇനി 8-ാം വാക്യം. പിന്നെയും കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പൊ 2 പ്രാവശ്യമാണ് കർത്താവ് കുനിഞ്ഞ് നിലത്ത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. എന്താ ഈ എഴുതിയത്? നമുക്കറിയത്തില്ല. ഓരോരുത്തർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭാവന യേശു കുനിഞ്ഞ് എഴുതിയതിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പൊ തിമത്തി നിപ്പുണ്ട് കല്ലുമായിട്ട്. ഉടനെ യേശു കുനിഞ്ഞ് തിമത്തി എന്ന് എഴുതി. അവൻ ചെയ്ത പാപം ഇപ്പുറത്ത് എഴുതി, ചെയ്ത പാപത്തിന്റെ തീയതി അങ്ങേപ്പുറത്ത് എഴുതി. തിമത്തി കല്ലുവിട്ട് അങ്ങ് പോയി. മാത്യു നിപ്പുണ്ട്. മാത്യുവിന്റെ പേരെഴുതി, അവൻ ചെയ്ത പാപം എഴുതി, തീയതി എഴുതി, മാത്യുവും കല്ലിട്ട് പോയി. ഇങ്ങനെ യേശു കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു എന്നൊക്കെ ഭാവന കലർത്തി പലരും പറയാതെ. പക്ഷെ എനിക്ക് അതിനോടൊന്നും വിശ്വാസമൊന്നുമില്ല. യേശു എന്താ എഴുതിയതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്താ എഴുതിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. യേശു കുനിഞ്ഞ് എന്താ എഴുതിയത്? യേശു എഴുതിയത് ഇവളുടെ മരണവിധി മാറ്റി എഴുത്തായിരുന്നു കർത്താവ് എഴുതിയത്. എന്തെങ്കിലും ആയി പോകട്ടെ, ആ എഴുത്ത് ഇവളുടെ മരണവിധി മാറ്റി. മരണത്തിന് വേണ്ടി കല്ലുമായി വന്നവരുടെ കല്ലുകൾ താഴെ ഇടത്തക്കവണ്ണം
അവളുടെ മരണവിധി മാറ്റിയ എഴുത്തായിരുന്നു കർത്താവ് കുനിഞ്ഞിരുന്ന 2 പ്രാവശ്യം എഴുതിയതെങ്കിൽ ദൈവ പൈതലെ, നിന്റെ മരണവിധി, നിന്റെ കുടുംബത്തിന്റെ മരണവിധി മാറ്റുന്ന ചില എഴുത്തുകൾ ഈ പൽക്കാലം സഭായോഗത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സഭായോഗത്തിന്റെ പ്രാരംഭം മുതൽ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ഈ സഭായോഗം തുടങ്ങിയ സമയം മുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിച്ച് എന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നതായ ഒരു വാചകം, ദൈവസഭയിലെ ചില ദൈവമക്കളുടെ മരണവിധികളെ ദൈവം മാറ്റും. ആ വിരൽ ഈ പൽക്കാല സഭായോഗത്തിൽ ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൂത സഭയോട് പറയുന്നു, വൈദ്യശാസ്ത്രം എന്തും വിധി എഴുതട്ടെ, എന്തും എഴുതി വയ്ക്കട്ടെ. അതിനുപരിയായി മരണവിധി മാറ്റുന്ന ഒരു വിരൽ സഭയിൽ ചലിക്കുന്നുണ്ട്. ആ എഴുതിയത് നമുക്ക് അതിന്റെ പുറകെ പോകണ്ട. എന്തെങ്കിലും ആയി നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. എഴുത്തെന്തെങ്കിലും ആയി പോകട്ടെ. കല്ലുകൾ താഴെ ഇടത്തക്കവണ്ണം, എല്ലാരും പോകത്തക്കവണ്ണം ഇവരുടെ മരണവിധി മാറ്റി ഇവളെ അയച്ചതുപോലെ ദൈവസഭയ്ക്കകത്ത് ചില രോഗസൗഖ്യങ്ങൾ തന്ന് വൈദ്യശാസ്ത്രത്തിന്റെ വിധി എഴുത്തുകളെ മാറ്റിപ്പൊളിച്ച് ദൈവമക്കൾക്ക് സ്വസ്ഥത തന്ന് ഈ സഭായോഗം കഴിഞ്ഞ് മടങ്ങി പോകത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വിരൽ, ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.